പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും. നിലവിൽ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാമചന്ദ്രന്റെ മകൻ അരവിന്ദ് ജനം ടിവിയോട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ എൻ രാമചന്ദ്രൻ്റെ വീട്ടിലാണ് നാം ഇപ്പോൾ ഉള്ളത്. മകൻ അരവിന്ദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നാളത്തെ പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ ഇവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എങ്ങനെയാണ് ചേട്ടാ ചടങ്ങുകളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്? ആദ്യം തന്നെ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. താങ്ക്സ്. നാളെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വയ്ക്കും. 7:30 to 9:30 ആണ് സമയം. അതിനുശേഷം വീട്ടിലേക്ക് അന്തിമ സംസ്കാര ചടങ്ങുകൾക്ക് കൊണ്ടുവന്ന് 12 മണിയോടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്ലാൻ. ബന്ധുക്കളെല്ലാവരും, പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരൻ US നിന്ന് എത്താൻ വേണ്ടിയിട്ടായിരുന്നു മോർച്ചറിയിലേക്ക് മാറ്റി. അതെ, വലിയച്ഛൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും. ജ്യേഷ്ഠ സഹോദരൻ US അദ്ദേഹം എത്തുവാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ മോർച്ചറിയിലേക്ക്, ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മൃതശരീരം നിലവിൽ മാറ്റിയിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാമചന്ദ്രൻ്റെ മൃതശരീരം. നമുക്കറിയാം, തിങ്കളാഴ്ച രാവിലെയാണ് കാശ്മീരിലേക്ക് രാമചന്ദ്രനും കുടുംബവും, മകൾ ആരതിയും കുഞ്ഞുമക്കളും ഭാര്യ ഷീല രാമചന്ദ്രനും അടങ്ങുന്ന സംഘം കാശ്മീരിലേക്ക് പോയത്. പഹൽഗാമിൽ അവിടെ ബൈസറൺ വാലിയിൽ അവിടെ എത്തിയ സമയത്താണ് ഈ ഭീകരവാദികൾ വെടിയുതിർത്തത്. ആരതിയുടെയും അതോടൊപ്പം തന്നെ കുഞ്ഞുമക്കളുടെയും കൺമുന്നിലായിരുന്നു ഈ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. അതേ സമയത്ത് തന്നെ ഭാര്യ ഷീല വാഹനത്തിലിരിക്കുകയായിരുന്നു. എന്തായാലും നാളെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. രാവിലെ 7 മുതൽ 9 വരെയാണ് ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകുക. ജന്മനാടിന് അദ്ദേഹത്തിൻ്റെ ആദരം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മറ്റ് സംസ്ഥാന മന്ത്രിസഭയിലെ P പ്രസാദ് അടക്കമുള്ളവരാണ് ഔദ്യോഗികമായിട്ട് മൃതശരീരം ഏറ്റുവാങ്ങിയത്. വളരെ വലിയൊരു വികാര നിർഭരമായിട്ടുള്ളൊരു യാത്രയപ്പിന് വേണ്ടിയിട്ടാണ് ഇടപ്പള്ളി ഒരുങ്ങിയിരിക്കുന്നത്. എന്തായാലും സജീവമായിട്ട് 1970 കാലഘട്ടം മുതൽ ഇവിടുത്തെ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും അടക്കം സജീവമായിട്ടുള്ളൊരു വ്യക്തിത്വം കൂടിയായിരുന്നു എൻ രാമചന്ദ്രൻ. അതുമാത്രവുമല്ല, ഈ പ്രദേശത്തുള്ളവർക്ക് സൗമ്യനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അച്ഛനെ ഓർക്കുമ്പോൾ പലപ്പോഴും എല്ലാവരും ഈ പ്രദേശത്തുള്ള സുഹൃത്തുക്കളടക്കം പറഞ്ഞത് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ചെന്ന് പറയാൻ പറ്റുന്ന ഒരിടം കൂടിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു ദുഃഖമൊക്കെ തന്നെ ആൾക്കാർ രേഖപ്പെടുത്തി. അങ്ങനെ മകരെന്നുള്ള രീതിയിൽ അത് കണ്ടു വളർന്ന ഒരാൾ കൂടിയാണ്. അതെ, അച്ഛൻ ചെറുപ്പം തൊട്ട്, എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നതാണ്. എന്തിനും എല്ലാവരുടെയും സഹായത്തിനും ഓടിയെത്തിയിരുന്ന ആളായിരുന്നു. അതിനാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ദേശീയവാദി കൂടിയായിരുന്നു. അതെ, അതായത് 1970 കാലഘട്ടം മുതൽ സംഘപ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ 91 കാലഘട്ടത്തിൽ BJPക്ക് വേണ്ടിയിട്ട്, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തിരുന്നു. കടുത്ത ദേശീയവാദി. അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിപിൻ ആലുവയ്ക്കൊപ്പം രേഷ്മ ബാബു, ജനം.